ഇരുട്ടിൻ്റെ മറവിൽ SFIയുടെ കൊടിയഴിച്ച യൂത്തനെ കയ്യോടെ പിടിക്കുകയും അതേ യൂത്തൻ നിക്കറിൽ മുള്ളിക്കൊണ്ട് തിരിച്ച് അതേ കൊടി എവിടെ നിന്നാണോ അഴിച്ചത് അവിടെ തന്നെ തിരികെ കെട്ടുന്ന മനോഹരമായ ഒരു സംഭവം നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി പേരൂർക്കടയിൽ SFIയുടെ കൊടിയഴിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനെ കൊണ്ട് തന്നെയാണ് തിരിച്ച് അതേ കൊടി എവിടെയാണോ കെട്ടിയിരുന്നത് അതേ രീതിയിൽ തിരികെ കൊണ്ട് കെട്ടിച്ച ആ ദൃശ്യം. ഇത് മാത്രമേ ഉള്ളൂ കുറ്റം. തിരുവനന്തപുരം പേരൂർക്കടയിൽ കൊടിമരത്തിൽ നിന്ന് SFI പതാക അഴിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊണ്ട് തിരികെ കെട്ടിച്ച SFI പ്രവർത്തകർ. പേരൂർക്കട കൊടപ്പനക്കുന്നിന് സമീപത്ത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വീണ ജോർജ് വിഷയത്തിൽ പ്രതിഷേധം നടത്തി തിരികെ വരുമ്പോഴാണ് കൊടി അഴിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കണ്ടത്. തിരിച്ചു കെട്ടിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ പോലീസ് സാന്നിധ്യത്തിലാണ് പതാക തിരിച്ചു കെട്ടിയത്. അതിനൊരു കുഴപ്പമില്ല. ഇത് മാത്രമേ ഉള്ളൂ കുറ്റം. ബോധ്യം ഉണ്ടാവും. എനിക്ക് നല്ല നില തീർന്നത് ഇതല്ലേ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞത്, ഇതൊന്നും താങ്ങാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന്. ഇരുട്ടിൻ്റെ മറവിൽ ആരുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് SFIയുടെ കൊടിമരത്തിൽ നിന്നും അഴിച്ച് ദൂരെ എറിയുവാനുള്ള ഒരു നിർദ്ദേശം യൂത്തന് കിട്ടുന്നത്. അതേ തുടർന്ന് പേരൂർക്കടയിലെത്തുകയും SFIയുടെ കൊടിമരത്തിൽ നിന്നും SFIയുടെ കൊടിയഴിച്ച് മാറ്റുകയും ചെയ്തു. പക്ഷേ ആരോടാ നിങ്ങൾ കളിക്കുന്നത്? SFI പിള്ളേരോടോ? ഇതേ SFI പിള്ളേർ ആരാണോ കൊടിയഴിച്ചത് ആ യൂത്തനെ കൊണ്ട് ആ കൊടി എവിടെയാണോ വലിച്ചെറിഞ്ഞത് അവിടെ നിന്നും തിരിച്ചെടുപ്പിച്ച് അതേ കൊടിമരത്തിൽ തിരികെ കൊണ്ട് കെട്ടിയ അതിമനോഹരമായ കാഴ്ച. ഇരുട്ടിൻ്റെ മറവില്ലാതെ ഇവന്മാരെ കൊണ്ടൊന്നും ഒരു രോമം പോലും നുള്ളിയെടുത്ത് മാറ്റുവാൻ സാധിക്കില്ല എന്ന് അവന്മാർ തന്നെ തെളിയിച്ച സാഹചര്യം. അതും പോട്ടെ, SFI പിള്ളർ കയ്യോടെ പിടിച്ചപ്പോൾ നിക്കറിൽ മുള്ളിക്കൊണ്ടല്ലേ തിരികെ ആ കൊടിമരത്തിൽ കെട്ടിയത്.